ജീവിതത്തെ നാം പലപ്പോഴും സർക്കസിനോട് ഉപമിക്കാറുണ്ട്. എന്നാൽ സർക്കസ് തന്നെ ജീവിതമാക്കി മാറ്റിയ ഒരു മനുഷ്യനുണ്ട് കണ്ണൂരിൽ. ഇന്ത്യൻ സർക്കസിൻ്റെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ജെമിനി ശങ്കരൻ. ഇന്നിവിടെ ഈ സർക്കസ് തമ്പിൽ വെച്ച് ജെമിനി ശങ്കരൻ തൻ്റെ ജീവിതം ഓർത്തെടുക്കുകയാണ്. തലശ്ശേരിയുടെ ഉൾഗ്രാമമായ കാവുംഭാഗത്ത് പണ്ട് ഒരു കണാരൻ നാടോടി സർക്കസുമായി വന്നു. അന്ന് ആ സർക്കസ് കാണാൻ ഒരു കൊച്ചു പയ്യനും പോയിരുന്നു. ടിക്കറ്റ് എടുക്കാതെ തമ്പിനുള്ളിൽ കയറിയ പയ്യനെ കൗണ്ടറിലിരുന്ന മധ്യവയസ്കൻ പിടിച്ച് പുറത്താക്കി. പുറത്താക്കപ്പെട്ടതിൻ്റെ അപമാനമായിരുന്നില്ല അവന്, മറിച്ച് തമ്പിനുള്ളിലെ അത്ഭുതങ്ങളായിരുന്നു അവൻ്റെ മനസ്സു നിറയെ. പതിറ്റാണ്ടുകൾക്കിപ്പുറം ആ പയ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കസ് കമ്പനിയായ ജെമിനി സർക്കസിന്റെ ഉടമസ്ഥനാണ്. പേര് ശങ്കരൻ. ചെറുപ്പകാലത്ത് തലശ്ശേരിയിലെ എല്ലാ കുട്ടികളെയും പോലെ ശങ്കരനും കളരിപ്പയറ്റ് പഠിക്കാൻ പോയി. 3 വർഷം അത് തുടർന്നു. 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയ ശങ്കരൻ പിന്നീട് കീലേരി കുഞ്ഞിക്കണ്ണൻ മാഷിനടുത്ത് സർക്കസ് പഠിക്കാൻ ചേർന്നു. ഇന്ത്യയിലെ മികച്ച സർക്കസ് കലാകാരന്മാരെല്ലാം കീലേരി കുഞ്ഞിക്കണ്ണന്റെ ശിഷ്യന്മാരായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ഒരാളെ പിന്നീട് ലോക സർക്കസ് കണ്ടിട്ടേയില്ല എന്ന് ശങ്കരൻ പറയും. കീലേരി കുഞ്ഞിക്കണ്ണന്റെ ശിഷ്യന്മാരിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളും ഇന്ന് ശങ്കരനാവും. സർക്കസ് പഠിക്കാൻ കീലേരി കുഞ്ഞിക്കണ്ണൻ ടീച്ചർ കളരിയിൽ എല്ലാവരുടെ വീട്ടിൽ പോയി അവരുടെ ശിഷ്യരായി. പിന്നെ അവർ കുറച്ചു കാലം ട്രെയിൻ ചെയ്യിച്ചു. അയാൾ ഒരു മഹാനായിരുന്നു. സർക്കസ് പഠനം കഴിഞ്ഞ് തലശ്ശേരിയിൽ പലചരക്ക് കച്ചവടം. അത് ഏറെ നാൾ നീണ്ടില്ല. പിന്നീട് പട്ടാളത്തിൽ ചേരാനായിരുന്നു ശങ്കരന്റെ യോഗം. യുദ്ധം കഴിഞ്ഞതോടെ ശങ്കരനെയും പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. പിന്നീട് ശങ്കരൻ കൽക്കത്തയിലേക്ക് വണ്ടി കയറി. 1947 അത്. വിഭജനത്തിന്റെ മുറിവിൽ കൽക്കത്ത എരിഞ്ഞു കത്തുന്ന സമയം. കൽക്കത്തയിലെ പ്രശസ്തമായ ബോസ്ലൈൻ സർക്കസിൽ ട്രപ്പീസ് കളിക്കാരനായി ശങ്കരൻ തന്റെ സർക്കസ് ജീവിതം തുടങ്ങി. അക്കാലത്ത് ഇന്ത്യയിലെ പ്രധാന സർക്കസ് കമ്പനികൾ കമല, റെയ്മണ്ട്, ജൂബിലി, റോയൽ തുടങ്ങിയവയായിരുന്നു. ഇതിന്റെയെല്ലാം സാരഥികൾ മലയാളികളുമായിരുന്നു. പക്ഷെ കാലക്രമേണ റോയൽ ഒഴികെയുള്ള മറ്റെല്ലാ സർക്കസ് കമ്പനികളും അടച്ചുപൂട്ടി. അങ്ങനെ 1950 ശങ്കരൻ സർക്കസ് കമ്പനി തുടങ്ങുന്നത്. അത് വളരെ യാദൃച്ഛികമായിരുന്നു. മഹാരാഷ്ട്രയിലുള്ള വിജയ എന്ന സർക്കസ് കമ്പനി നഷ്ടം കാരണം പിരിച്ചുവിടുന്നു. ഇതറിഞ്ഞ് ശങ്കരൻ 6000 രൂപയ്ക്ക് അത് വിലയ്ക്ക് വാങ്ങി. വളരെ ദയനീയമായിരുന്നു വിജയ സർക്കസിന്റെ അന്നത്തെ അവസ്ഥ. സർക്കസ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സർക്കസ് ഞാനും എൻ്റെ ഒരു പാർട്ട്ണർ സഹദേവൻ ഞങ്ങൾ 2 വാങ്ങി. ചെറിയ സർക്കസായത്. അതിലൊരു ആന, 2 സിംഹം, ബാക്കിയെല്ലാം വിട്ടു പൊളിഞ്ഞല്ല. പിന്നെ വാങ്ങിയിട്ട് അതെല്ലാം മോഡേണൈസ് ചെയ്ത് എന്നിട്ട് ഗുജറാത്ത് ബില്ലുമോറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, സൂറത്തിൻ്റെ അടുത്ത്. അവിടെ 1951 ആഗസ്റ്റ് 15 ഓപ്പൺ ചെയ്തു. 1951 ഓഗസ്റ്റ് 15 വിജയ സർക്കസിന്റെ പേര് ജെമിനി എന്ന് പുനർനാമകരണം ചെയ്തു. KS മേനോനെ കൂടി പാർട്ട്ണറാക്കി അഹമ്മദാബാദിൽ ജെമിനി അരങ്ങേറ്റം കുറിച്ചു. ഇന്ത്യൻ സർക്കസിന് പുതിയൊരു ചരിത്രമാവുകയായിരുന്നു ആ അരങ്ങേറ്റം. ക്രോസ് ട്രപ്പീസ്, റോഡ് ഡാൻസ്, ജീപ്പ് ജംപ്, മോട്ടോർ സൈക്കിൾ ജംപ്, സ്പ്രിംഗ് നൈറ്റ് തുടങ്ങി സർക്കസിൽ ഇന്ന് കാണുന്ന പലതരം ആധുനികവൽക്കരണത്തിനും തുടക്കം കുറിച്ചത് ഇക്കാലത്ത് ജെമിനിയാണ്. 1977 ഒക്ടോബറിൽ ജംബോ സർക്കസ് എന്നൊരു പുതിയ കമ്പനി കൂടി ശങ്കരൻ തുടങ്ങി. 1865 ലണ്ടൻ മൃഗശാലയിലുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആനയുടെ പേരായിരുന്നു ജംബോ. 1959 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജെമിനി സർക്കസ് കാണാനെത്തിയത്. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ നെഹ്റു കുടുംബവുമായി വലിയ ബന്ധം ജെമിനി സർക്കസിനും ശങ്കരനും ഉണ്ടായിരുന്നു. മാർട്ടിൻ ലൂതർ കിങ്, AKG, EMS, സക്കീർ ഹുസൈൻ,
അങ്ങനെ ശങ്കരന്റെ സർക്കസിനെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട്. തൊണ്ണൂറ് വർഷത്തെ ജീവിതത്തിൽ തിരിഞ്ഞു നടക്കുമ്പോൾ നിറഞ്ഞ സംതൃപ്തിയുണ്ട്. ജീവിതം തന്നെ ഒരു ട്രപ്പീസ് കളിയായിരുന്നു. അവിടെ വീണുപോവാതെ പിടിച്ചു നിൽക്കാനായതിന്റെ സന്തോഷമുണ്ട്. പുതിയ തലമുറയോട് ഈ മനുഷ്യന് പറയാനുള്ളത് ഇത്രമാത്രം: നല്ല കർമ്മം ചെയ്യുക, നല്ല മനസ്സ് സന്തോഷമായിട്ട് വെക്കുക, സത്യസന്ധമായിട്ട് ജീവിക്കുക, ആരോഗ്യം ആരാൻ്റെ കുറ്റം പറയാണ്ടിരിക്കുക, അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായിട്ട് നന്നായി ചെയ്തിട്ട് തരിക.